ഹലോ, വെൽക്കം ടു അവർ ചാനൽ സ്പൈഡർ മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ WPL ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് മാച്ചിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാം. ഫസ്റ്റ് മാച്ച് നടന്നത് RCBയുടെ ടീമും മുംബൈ വുമൻസ് ടീമും തമ്മിലാണ് മാച്ച് നടന്നത്. അപ്പോൾ ചൂസ് കിട്ടിയത് RCBക്കായിരുന്നു. അപ്പോൾ RCB നേരെ ബോളിംഗ് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ RCBക്ക് എത്ര പറഞ്ഞാലും നല്ലൊരു ബോളിങ്ങിന്റെ സ്റ്റാർട്ട് ആക്കിയിട്ടേ, കാരണം അവരെ വേഗം അവരുടെ വിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായി. പക്ഷെ എങ്കിലും എടുത്തു പറയുന്നത് ആ സജ്ജനയുടെ ക്യാരിയുടെ പാർട്ണർഷിപ്പാണ്. അവർ രണ്ടുപേരും കൂടി RCBനെ സത്യം പഞ്ഞിക്കിട്ട്. കാരണം ആദ്യത്തെ 10 ഓവറിൽ 60 നിസാര റൺസാണ് മുംബൈ സ്കോർ ചെയ്തത്. പക്ഷെ എങ്കിലും അടുത്ത 10 ഓവർ മുംബൈ തിരിച്ച് നല്ല രീതിക്ക് കംബാക്ക് അടിച്ചിട്ട് ഒരു മാന്യമായ ടോട്ടൽ എടുത്തു വെച്ചിട്ടുണ്ടായി. ഈ സജ്ജനയുടെ വിക്കറ്റ് 2 വട്ടം ഡ്രോപ്പ് ആയെങ്കിൽ പോലും സജ്ജന കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്തു. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പൊ സജ്ജനെ ക്യാരി ഇന്നലെ കളി കളിച്ചില്ലായിരുന്നു, ഒരുപക്ഷെ ആ ടോട്ടലിലോട്ട് ഒരിക്കലും എത്തൂലായിരുന്നു. അത് 100% ഉറപ്പായിരുന്നു. അപ്പൊ RCBയുടെ ഭാഗത്ത് ചെറിയ ഫീൽഡിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായി. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഒന്നും ചെയ്യാനില്ലല്ലോ. അപ്പൊ അവര് 20 ഓവറിൽ എടുത്തത് 154 റൺസാണ് 6 വിക്കറ്റ് നഷ്ടത്തില്. അപ്പൊ RCBയുടെ ബോളിങ്ങിനെ കുറിച്ച് എടുത്ത് പറയാനായിട്ടാണെങ്കിൽ നദീം ഡി ക്ലാർക്ക് 4 വിക്കറ്റ് എടുത്ത്, അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എക്കണോമിയിൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരു സത്യം പറഞ്ഞാൽ ലോറൻ എന്നുള്ളൊരു കളിക്കാരി ഉണ്ടായി RCBക്ക്. പക്ഷെ എന്തൊരു ബോളിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഓവർ മെയ്ഡൻ ഓവർ, രണ്ടാമത്തെ ഓവറിൽ 1 റൺ കൊടുത്ത്, പിന്നെ മൂന്നാമത്തെ അങ്ങനെ ആകെ 4 ഓവർ കഴിഞ്ഞിട്ട് 14 റൺസാണ് കൺസീഡ് ചെയ്തത്. 1 വിക്കറ്റ് കൊടുക്കുകയും ചെയ്ത്. സത്യം പറഞ്ഞാൽ അത് ലോറൻ ബെല്ലല്ല എനിക്ക് വിളിക്കാനുള്ള ഹെയ്സൽവുഡിന്റെ ഒരു വേറെ ഒരാളെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പക്ക എന്ത് ബോളിംഗ് ആയിരുന്നാലും ഒരു പക്കു അടിപൊളി. ഹെയ്സൽവുഡിന്റെ അതേ ഒരു സ്റ്റൈലും അല്ലേ. ഇപ്പൊ RCB ഫാൻസിന് എല്ലാവർക്കും അങ്ങനെ തോന്നിയേക്കുന്നത്. അപ്പൊ ഞാനൊരു ഡൈഹാർഡ് RCB ഫാനാണ്. അപ്പൊ എനിക്ക് അത്ര ഇഷ്ടമാണ് RCB. അപ്പൊ ഞാൻ അത്യാവശ്യം ഫോളോയും ചെയ്യണ്ട എല്ലാ കാര്യങ്ങളും RCB. അപ്പൊ അതാണ് ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ബോളിംഗ് ആയിരുന്നു ലോറൻ ബെല്ലിന്റെ. പിന്നെ ശ്രേയ പാട്ടിൽ 1 വിക്കറ്റ് എടുത്ത്. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള ബോളിംഗ് ആണ് RCBയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ഇനി RCBയുടെ ബാറ്റിങ്ങിലോട്ട് വന്നപ്പോഴാണ് അപ്പൊ നമ്മൾ വിചാരിച്ച് 150 എളുപ്പമല്ലേ വേഗം അടിച്ച് തീർക്കുന്നത്. പക്ഷെ മുംബൈയുടെ ബോളിങ് എടുത്തു പറയണം. കാരണം ഹർമൻപ്രീതിന്റെ ക്യാപ്റ്റൻസി ഒരു രക്ഷയിലായിരുന്നു ആ സ്റ്റാർട്ടിങ് ഫേസിൽ. അപ്പൊ ആദ്യം എത്ര വന്നാലും RCB ഫസ്റ്റ് ഒരു നല്ല സ്റ്റാർട്ട് കൊടുത്തു ബാറ്റിങ്ങില്. കാരണം ഗ്രേസ് ഹാരിസും സ്മൃതി മന്ദാനയും കൂടി 3 ഓവറിൽ 40 റണ്ണാണ് ആദ്യത്തെ അടിച്ചത്. അപ്പൊ അത് കണ്ടപ്പോ വിചാരിച്ച RCB വേഗം ഗെയിം ഫിനിഷ് ചെയ്ത് വീട്ടിലേക്ക് പോകുന്നു. പക്ഷെ സ്മൃതി മന്ദാനയുടെ വിക്കറ്റ് പോയപ്പോഴും കളി തിരിഞ്ഞിട്ട് വേഗം വിക്കറ്റ് പോകാൻ തുടങ്ങി RCBയുടെ. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ആർക്കും അങ്ങനെ പാർട്ണർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഗ്രേസ് ഹാരിസ് ഒരു ഡീസന്റ് സ്കോർ എടുത്ത് 12 ബോളിൽ 25 റൺ എടുത്തായിരുന്നു, 1 6ഉം 4 4ഉം. പക്ഷെ എങ്കിൽ പോലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഗ്രേസ് ഹാരിസിന്. കാരണം പാർട്ണർഷിപ്പിന് ആരും ഉണ്ടായിരുന്നില്ല ആ ടൈമില്. പിന്നെ ഹേമലത അറിയാലോ, എപ്പോഴും തുഴഞ്ഞു ജിതാഘോഷം പറ്റിയില്ല കളിക്കാനായിട്ട്. ആർക്കും രാധായാദവനാണെങ്കിലും എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എടുത്ത് പറയേണ്ട ആളാണ് ഇനി വരാൻ പോകുന്നത്, നദീം ഡി ക്ലാർക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ AB ഡിവിലിയേഴ്സിനെയാണ് ഓർമ്മ വന്നത് പുള്ളിയുടെ കളി ഉണ്ടാവുക. കാരണം സൗത്ത് ആഫ്രിക്ക മറ്റേ AB ഡിവിലിയേഴ്സിന്റെ ഈ പെണ്ണിനുണ്ട് DE ക്ലാർക്ക്. പക്ഷെ എന്റെ ദൈവമേ, RCB ഫാൻസ് ഇന്നലെ പക്ക ഡിവിലിയേഴ്സിന്റെ ഒരു ഇത് എന്താ പറയാ. കാരണം മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഒരു സൗത്ത് ആഫ്രിക്കൻ പ്ലെയർ വന്നിട്ട് RCBനെ സേവ് ചെയ്യണത് പലതിൽ. ആ ഒരു ഇതാണ് എനിക്ക് ആ നദീം ഡി ക്ലാർക്കിനെ കണ്ടപ്പോ തോന്നിയത്. കാരണം ഇതിപ്പോ AB ഡിവിലിയേഴ്സ് ബോൾ ചെയ്യുന്നതിൽ പോലും ബാറ്റിങ് അടിച്ച് പൊളിച്ചൊരു പ്ലെയറാണ്. കാരണം RCB ഒരിക്കലും മറക്കാത്തൊരു പ്ലെയറാണ് AB ഡിവിലിയേഴ്സ്. അപ്പൊ അതേപോലത്തെ ഒരു പ്ലെയറാണ് നദീം ഡി ക്ലാർക്ക്. ഇന്നലെ അത് ഇമ്പോസിബിൾ മാച്ചായി പോയി അവസാനം. കാരണം അവസാനത്തെ ഓവറിൽ 18 റൺ വേണമായിരുന്നു. ഓപ്പോസിറ്റ് ഉണ്ടായിരുന്നത് എന്തോ പേരല്ല, പ്രേമറാവത്ത് അങ്ങനെ എന്തോ പേര്. അപ്പൊ പുള്ളി അത്യാവശ്യം കളിച്ചിട്ട് പുള്ളിക്കാരത്തി 2 ഒരു 4ഉം അടിച്ചായിരുന്നു. അങ്ങനെ നല്ല ഇത് കൊടുത്തായിരുന്നു, സപ്പോർട്ട് കൊടുത്തു, 2 4 അടിച്ചായിരുന്നു. അപ്പൊ പക്ഷെ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തില്ലായിരുന്നു, ഓടിയില്ല. ആദ്യത്തെ 2 പന്ത് ഓടിയില്ല. അങ്ങനെ അവസാനത്തെ ഓവറിൽ 4 പന്ത് 18ആയി. അപ്പൊ ഞാൻ ലൈവ് കണ്ടോണ്ടിരിക്കും. അപ്പൊ എനിക്കാണെങ്കിൽ ടെൻഷൻ, ദൈവം ജയിക്കോ എന്നുള്ള ഒരു മൂഡില്. പക്ഷെ ഞാൻ പോയി മേടിച്ച് കളി. കാരണം ഇത്ര 18 എടുക്കണമെന്ന് ടഫാണ് എത്ര പറഞ്ഞാലും. പക്ഷെ 6 അടിച്ച് 4 അടിച്ച് 6 അടിച്ച് 4 അടിച്ച് അങ്ങനെ ജയിച്ചു. അവസാനത്തെ പന്തിന്ന് 2 റൺ വേണമായിരുന്നു. അപ്പൊ ടെൻഷനായി, ദൈവം വിക്കറ്റ് പോയ കളി തീർന്നെന്ന് അറിയാം. പക്ഷെ നദീം ഡി ക്ലാർക്ക് 4 അടിച്ച് കളിയിപ്പിച്ചു. അത് ഭയങ്കര ഇത് എടുത്ത് പറയണതാ. ആക്ച്വലി മുംബൈ നല്ല രീതിക്ക് ബോൾ ചെയ്ത് RCBനെ അത്യാവശ്യം തളച്ചു വെച്ച്. പക്ഷെ എങ്കിലും ആ അവസാനത്തെ ഓവറിലാണ് കളി തിരിഞ്ഞത്. ഈ നദീം ഡി ക്ലാർക്കിന്റെ ക്യാച്ച് ഡ്രോപ്പ് ഉണ്ടായിട്ടാ.
അത് 2 വട്ടം ക്യാച്ച് ഡ്രോപ്പ് വന്നായിരുന്നു മുംബൈയുടെ ഭാഗത്ത്. പക്ഷെ അത് ഇപ്പൊ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ കളിയിലെ ഭാഗമാണ്, ഇതൊക്കെ എന്തായാലും വരും. ഇപ്പൊ ഇത് അവരുടെ തെറ്റായിപ്പോയി, അതുകൊണ്ട് ഇപ്പൊ അവർക്ക് ആ മാച്ച് നഷ്ടപ്പെട്ടു. പറഞ്ഞിട്ട് കാര്യമില്ല. നദീം ബീക്ലർക്ക് ആ കിട്ടിയ അവസരം പക്ക യൂട്ടിലൈസ് ചെയ്ത്, അത്രേ ഉള്ളൂ. അപ്പൊ എന്താ ഇനിയിപ്പോ മുംബൈയുടെ ബോളിങ്ങിനെ കുറിച്ച് എടുത്തു പറയാനായിട്ടാണെങ്കിൽ, ഈ അമേലിയ കെർ 2 വിക്കറ്റ് എടുത്തായിരുന്നു. അതേപോലെ കാരി 2 വിക്കറ്റ് എടുത്ത്. പിന്നെ എല്ലാവരും ഒരു ഡീസന്റ് ബോളിംഗ് ആണ്. അപ്പൊ മുംബൈ നന്നായിട്ട് എഫേർട്ട് ഇട്ട്. ആക്ച്വലി ഈ ചെറിയ ടോട്ടൽ എടുത്തിട്ട് പോലും ആർ സി ബിന് ഇത്ര പേടിപ്പിച്ചിരുന്നില്ല. എത്ര പറഞ്ഞാലും ഒരു ആർ സി ബി ഫാൻസിന് എന്തായാലും ടെൻഷൻ ആയിട്ടുണ്ടാവും ഇന്നലെ കണ്ടപ്പോൾ 100%. അപ്പൊ എന്തായാലും ഫസ്റ്റ് മാച്ച് പക്ക ത്രില്ലർ മാച്ച് ആയിരുന്നു. ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ഒരു നല്ല മാച്ച് കാണാൻ പറ്റിയത് വുമൻസിൽ. ആക്ച്വലി വുമൻസ് WPL എല്ലാവരും കാണണോട്ടെ ആക്ച്വലി, കാരണം നല്ലൊരു ടൂർണമെന്റ് ആണ്. ഇപ്പൊ IPL മാത്രം സപ്പോർട്ട് ചെയ്യരുത്, WPL സപ്പോർട്ട് ചെയ്യുക, വുമൻസിനെ സപ്പോർട്ട് ചെയ്യുക. ഇത് കയറി വരണം. എന്തായാലും ഫ്യൂച്ചറിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ വുമൻസ് ആയതുകൊണ്ട് ആരും കാണാണ്ടിരിക്കരുത്. ചിലപ്പോൾ മെൻസിനേക്കാൾ അടിപൊളിയാണ് ചില മാച്ചസ്. ഇപ്പൊ ഇന്നലത്തേക്ക് തന്നെ മിസ്സായവർക്ക് 100% നഷ്ടമാണ്. കാരണം അമ്മാതിരി ത്രില്ലർ ഗെയിം ആയിരുന്നു ഇന്നലെ എത്ര പറഞ്ഞാലും. അപ്പൊ എല്ലാരും ഇനിയും കാണാം. ഇന്ന് 2 മാച്ചസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല റിവ്യൂ, എങ്കിലും പറ്റുന്ന പോലെയൊക്കെ റിവ്യൂ. എന്തായാലും RCB മാച്ചിന്റെ റിവ്യൂ ചെയ്യും. കാരണം RCB ഡൈഹാർഡ് ഫാൻ ആയതുകൊണ്ട് തന്നെ എന്തായാലും RCB മാച്ച് എല്ലാം നമ്മൾ കാണാറുണ്ട്, ഒന്നും മുടക്കാറില്ല. അങ്ങനെ RCB മാത്രമല്ല, നമ്മൾ എല്ലാ മാച്ചും കാണാം. നമ്മളൊരു ക്രിക്കറ്റർ, എല്ലാ ഫാനുമാണ്, നമ്മൾ സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പൊ എന്തായാലും പറ്റുന്ന പോലെ എല്ലാം വീഡിയോ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ. ഇപ്പൊ 2 പോയിന്റായിട്ട് പോയിന്റ് ഫസ്റ്റ് നിൽപ്പുണ്ട്. ഇനി ബാക്കിയുള്ള ടീംസിന്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അനാലിസിസും കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമ്മുടെ അക്കൗണ്ടിൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണാം. ലവ് യു ആൻഡ് ബൈ.